Hello everyone, welcome to Aifer Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ എക്സാമിന് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അയൺ ഓഫ് ഒളിഗാർക്കി, പവർ എലൈറ്റ് ആൻഡ് മാനേജർ റെവല്യൂഷൻ. അപ്പം നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ലേൺ ഫ്രം ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം. അപ്പം നമ്മുടെ ഐഫറിൻ്റെ ട്രാക്ക് ബാച്ചിൽ പ്രീമിയം ബാച്ച് ആയിട്ടുള്ള JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കവറേജ് ഓഫ് ഹോൾ സിലബസ്, എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ് കവറേജ് ഓഫ് ഹോൾ സിലബസ്, 9 to 9 മെൻറ്ററിങ്, 10,000 പ്ലസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ, റീസിറ്റ് പോളിസി, 5 AM JRF ക്ലബ്, ഹാപ്പിനെസ് ഓഫീസേഴ്സ്, ഡിസ്കഷൻ ടേബിൾസ്. അപ്പം ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം. അപ്പോൾ എന്തുകൊണ്ടാണ് ഐഫറിനെ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം അല്ലെ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള വെൽബീയിങ് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ്ങും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യണം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യും. അപ്പം അത് നമ്മൾ എന്താണ് ഉറപ്പുവരുത്തുന്നു, ഇമോഷണൽ വെൽബീയിങ്ങും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഐഫറിനെ മാറ്റി നിർത്തുന്നത്. അപ്പം ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഐഫർ JRF ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് ട്രാക്ക് ബാച്ചിനെ കുറിച്ച്, നമ്മുടെ ബാച്ചിനെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഐഫറിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ബാച്ചിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഐഫറിൻ്റെ ഈ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിൽ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അങ്ങനെ ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. പിന്നെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ആണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ആണ്. Student offer 10%, mother offer 20%, group joining offer 30% and alumni offer 35%. അപ്പം നിങ്ങൾ ഈ കാറ്റഗറി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആകും എന്നുള്ളതാണ്. 10% സ്റ്റുഡൻ്റ് ആണെങ്കിൽ 10% ഓഫർ, മദർ ആണെങ്കിൽ 20% ഓഫർ, ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ 30%. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 30% ഓഫർ, അലുമിനി ആണെങ്കിൽ 35% ഓഫർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓഫറൊക്കെ നിങ്ങൾ ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓഫർ നിങ്ങൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്, ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡൻസ് ഗ്രൂപ്പ് പേപ്പർ 1ൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. പേപ്പർ 2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഫ്രീ മോക്ക് ടെസ്റ്റ്. അപ്പം മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അപ്പം മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ്, പിന്നെ ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ്, എക്സാം നോട്ടിഫിക്കേഷൻ, അതായത് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയ നോട്ടിഫിക്കേഷൻസ്, റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ടൈംലി ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ മെറ്റീരിയൽസും, ഫ്രീ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മെറ്റീരിയൽസും, മെഗാ മോക്ക് ടെസ്റ്റും, പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. പേപ്പർ 1ൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അയൺ ലോ ഓഫ് ഒളിഗാർക്കി. എന്താണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി? സെപ്റ്റംബർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹു എമംഗ് ദ ഫോളോയിങ് advocated iron law of oligarchy എന്നാണ് ചോദിച്ചത്.
അപ്പോൾ എന്താണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി? ആരാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്, ഏത് തിങ്കറാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത്? റോബർട്ട് മൈക്കിൾസ് ആണ് എന്നുള്ളതാണ്. റോബർട്ട് മൈക്കിൾസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഹീസ് എ ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എൻ എലൈറ്റ് തിയറിസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു എലൈറ്റ് തിയറി. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും അതോടൊപ്പം തന്നെ യൂണിറ്റ് 1 ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എലൈറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എലൈറ്റ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട് മൈക്കിൾസ് ആണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ബുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് എ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് ദി ഒളിഗാർക്കിക് ടെൻഡൻസീസ് ഓഫ് മോഡേൺ ഡെമോക്രസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ജൂൺ എക്സാമിന് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ എക്സാം ക്യാൻസൽ ചെയ്ത ജൂൺ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുസ്തകം ആരാണ് എഴുതിയത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് ദി ഒളിഗാർക്കിക് ടെൻഡൻസീസ് ഓഫ് മോഡേൺ ഡെമോക്രസി ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് കണ്ടെയ്ൻസ് ദ അയൺ ലോ ഓഫ് ഒളിഗാർക്കി. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലാണ്, റോബർട്ട് മൈക്കിൾസിൻ്റെ ഈ ഒരു പുസ്തകത്തിലാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കിയെ കുറിച്ച് പറയുന്നത്. ലേറ്റർ മൈക്കിൾസ് മൈഗ്രേറ്റ് ടു ഇറ്റലി ആൻഡ് ജോയിൻഡ് ബെനിറ്റോ മുസോളിനീസ് ഫാസിസ്റ്റ് പാർട്ടി. ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കുക കേട്ടോ, ഈ ഒരു ഫാക്റ്റും അറിഞ്ഞിരിക്കുക. ഏത് തിങ്കറാണ്, ഏത് എലൈറ്റ് തിയറിസ്റ്റ് ആണ് ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടായി മാറിയത് അല്ലെങ്കിൽ മെമ്പറായി മാറിയത് ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു എക്സാമിന് ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹു എമംഗ് ദ ഫോളോയിങ് തിങ്കേഴ്സ് ലേറ്റർ ജോയിൻഡ് മുസോളിനീസ് ഫാസിസ്റ്റ് പാർട്ടി? അത് റോബർട്ട് മൈക്കിൾസ് ആണ്. ആസ് ഹി ബിലീവ്ഡ് ദിസ് വാസ് ദി നെക്സ്റ്റ് ലെജിറ്റിമേറ്റ് സ്റ്റെപ്പ് ഫോർ മോഡേൺ സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഫാസിസമാണ് മോഡേൺ സൊസൈറ്റി, ഫാസിസത്തിന് മാത്രമല്ല ഫാസിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഒരു മോഡേൺ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അല്ലെങ്കിൽ ബിലീവ് ചെയ്തത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് അദ്ദേഹം ഫാസിസ്റ്റ് പാർട്ടിയിൽ പിന്നീട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഹി ബിലോങ്സ് ടു ഇറ്റാലിയൻ സ്കൂൾ ഓഫ് എലിറ്റിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എലിറ്റിസം. റോബർട്ട് മൈക്കിൾസ് ബിലോങ്സ് ടു ഇറ്റാലിയൻ സ്കൂൾ ഓഫ് എലിറ്റിസം ഓർ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എലിറ്റിസം. അപ്പം അയൺ ലോ ഓഫ് ഒളിഗാർക്കി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റോബർട്ട് മൈക്കിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി? Social and political organizations are run by few individuals. Its asserts are run by an elite, and oligarchy is inevitable as an iron law within any democratic organization. അപ്പോൾ അയൺ ലോ ഓഫ് ഒളിഗാർക്കി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും, എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് കുറച്ച് പേര് മാത്രമാണ് എന്നുള്ളതാണ്. റൂൾ ബൈ എൻ എലൈറ്റ് അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്, കുറച്ച് റൺ ബൈ ഫ്യൂ ഇൻഡിവിജ്വൽസ്, കുറച്ച് പേര് മാത്രമാണ്. ഇറ്റ് അസേഴ്സ് ദാറ്റ് റൂൾ ബൈ എൻ എലൈറ്റ്, അതായത് ഒരു എന്താ പറയുക, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് പേര്, ഒരു 5 to 6 ആൾക്കാരാണെന്ത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലെ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഓർഗനൈസേഷൻ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഫോം ചെയ്ത അല്ലെ ഡെമോക്രസി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പം ജനാധിപത്യപരമായിട്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ ജനാധിപത്യം അഡ്വക്കേറ്റ് ചെയ്യുന്ന, ഡെമോക്രസിയും ലിബർട്ടിയും അങ്ങനത്തെ വാല്യൂസ്, ഡെമോക്രാറ്റിക് വാല്യൂസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. എങ്കിൽ പോലും എന്താണ് അത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് main decision makers will be a few people, two or three individuals അല്ലെങ്കിൽ 4 or 5 individuals എന്നുള്ളതാണ്. Michael's theory states that all complex organizations regardless of how democratic they are when started, അപ്പം അവർ ഫോം ചെയ്യുന്ന സമയത്ത്, ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ജനാധിപത്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. നമ്മൾ ഡെമോക്രാറ്റിക് ആണ്, നമ്മൾ ഈക്വാലിറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്നവരാണ്, ഈക്വാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും ആ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടാവുക, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എവഞ്ച്വലി ഡെവലപ്പ് ഇൻ ടു ഒളിഗാർക്കീസ്. പക്ഷെ അത് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറലി ആ ഒരു ഓർഗനൈസേഷൻ ഒളിഗാർക്കി ആയി മാറും എന്നുള്ളതാണ്. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ റൂൾ ബൈ എ ഫ്യൂ പീപ്പിൾ ഹു ആർ പവർഫുൾ ആൻഡ് influential. According to him, all organizations eventually come to be run by the elite class or the leadership class. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും എന്താണ്, ഒരു ഒളിഗാർക്കി ആയി മാറും അല്ലെങ്കിൽ ഒരു എലൈറ്റ് സിസ്റ്റമായി മാറും. ദാറ്റ് ഈസ് റൺ ബൈ എ
elite class, few elite class or leadership class. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും that is inevitable. അതിന് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഓർഗനൈസേഷൻസും എത്ര ജനാധിപത്യപരമായി സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിലും, എത്ര സമത്വം അഡ്വക്കേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും, അത് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്ത എത്ര ജനാധിപത്യപരമായി ഫോം ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിലും, എത്ര സമത്വം പറഞ്ഞുകൊണ്ട് ഫോം ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിലും, മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ കുറച്ച് പേരുടെ കൺട്രോളിലാകും എന്നുള്ളതാണ്. അല്ലെ കുറച്ച് പേര് മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറും എന്നുള്ളതാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഒളിഗാർക്കി ഈസ് ഇന്നവറ്റബിൾ എന്നുള്ളതാണ്. ഒളിഗാർക്കി ഈസ് ഇന്നവറ്റബിൾ. അല്ലെ ഒളിഗാർക്കി ടെൻഡൻസീസ് ആർ ഇൻഹെറന്റ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഒളിഗാർക്കി ടെൻഡൻസീസ് ആർ ഇൻഹെറന്റ് ഇൻ എവറി ഓർഗനൈസേഷൻ. അതാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി പറഞ്ഞു വെക്കുന്നത്. അപ്പം റോബർട്ട് മൈക്കിൾസിന്റെ അയൺ ലോ ഓഫ് ഒളിഗാർക്കി മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഒളിഗാർക്കി ഈസ് ഇന്നവറ്റബിൾ എന്നുള്ളതാണ്. ഒളിഗാർക്കി ഈസ് ഇന്നവറ്റബിൾ ഇൻ എവറി ഓർഗനൈസേഷൻ. It is the organization which gives birth to the domination of the elected over electors, of the mandates over mandators, of the delegates over delegators. Who says organization says oligarchy. അപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാ ഓർഗനൈസേഷനും എന്താണ് ഒളിഗാർക്കി ആയി മാറുക എന്നുള്ളതാണ്. ഇപ്പം കൺട്രോൾ ബൈ ഫ്യൂ അല്ല ഡോമിനേറ്റഡ് ബൈ ഫ്യൂ പീപ്പിൾ. അതാണ് ഈ ഒരു കോട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവറി ഓർഗനൈസേഷൻ ഹാസ് എ ഇൻഹെറന്റ് ടെൻഡൻസി ടുവേർഡ്സ് oligarchy. Every organization has an inherent tendency towards oligarchy. ഇതാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി. വളരെ സിമ്പിൾ ആണ്. അയൺ ലോ ഓഫ് ഒളിഗാർക്കി മുന്നോട്ട് വയ്ക്കുന്നത് റോബർട്ട് മൈക്കിൾസ് ആണ്. റോബർട്ട് മൈക്കിൾസ് ബിലോങ്സ് ടു ഇറ്റാലിയൻ സ്കൂൾ ഓഫ് എലിറ്റിസം ഓർ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എലിറ്റിസം. ഇറ്റാലിയൻ സ്കൂൾ ഓഫ് എലിറ്റിസം ഓർ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എലിറ്റിസം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് എ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് ദി ഒളിഗാർക്കി ടെൻഡൻസീസ് ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കിയെ കുറിച്ച് പറയുന്നത്. പവർ എലൈറ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദിച്ച കോൺസെപ്റ്റ് ആണ് സി റൈറ്റ് മീൻസ്. ഇതും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്. പവർ എലൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? പവർ എലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ? പവർ എലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ചോദിച്ചത്. സി റൈറ്റ് മിൽസ് ആണ്. അപ്പോൾ അദ്ദേഹം ഹിസ് എ കണ്ടംപററി അല്ലെങ്കിൽ മോഡേൺ എലൈറ്റ് തിങ്കർ. സി റൈറ്റ് മിൽസ് ഓഥർ ഓഫ് ദി ബുക്ക് ദ പവർ എലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പവർ എലൈറ്റ് എന്ന് പറയുന്ന പുസ്തകം ആരെഴുതിയതാണ്? സി റൈറ്റ് മിൽസ് ആണ് എഴുതിയത്. അപ്പം സി റൈറ്റ് മിൽസ് റോട്ട് ദ ഇമ്പോർട്ടൻറ്റ് ബുക്ക് പവർ എലൈറ്റ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പവർ എലൈറ്റ്. ഈ ഒരു പുസ്തകത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. അതോടൊപ്പം ഈ കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. 1956 in which he analyzed the systems of power alliance and relationships prevailing in USA. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യത്ത് നിലനിൽക്കുന്ന പവർ സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലെ പവർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ഒരു പുസ്തകത്തിൽ സി റൈറ്റ് മിൽസ് അനലൈസ് ചെയ്യുന്നത്. USA ആണ്. ചോദിച്ചിട്ടുള്ളതാണ്. USA ആണ്. UK ഫ്രാൻസോ ജർമ്മനിയോ ഇന്ത്യയോ ഒന്നും അല്ല. USA നിലനിൽക്കുന്ന ഒരു പവർ സിസ്റ്റത്തെ കുറിച്ച് അല്ലെ പവർ റിലേഷൻഷിപ്സിനെ കുറിച്ച് പവർ അനാലിസിസിനെ കുറിച്ചാണ് പവർ അലയൻസിനെ കുറിച്ചാണ് സി റൈറ്റ് മിൽസ് അനലൈസ് ചെയ്യുന്ന ഒരു പുസ്തകത്തിൽ നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Does not believe that the allied rule because of the superior traits. They rule because they hold key institutional position. അപ്പം എലൈറ്റ് ക്ലാസ് എന്തുകൊണ്ട് റൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് പവർഫുൾ ആകുന്നു, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇൻഫ്ലുവൻഷ്യൽ ആകുന്നു അക്കോർഡിംഗ് ടു സി റൈറ്റ് മിൽസ്? ബിക്കോസ് ദേ ഹോൾഡ് കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അപ്പോൾ അവർക്ക് എന്താണ് ഗവൺമെൻറ് ലെവലിൽ അവർക്ക് കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉണ്ട്, മിലിറ്ററി ലെവലിൽ അവർക്ക് കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർ എക്കണോമിക് സിസ്റ്റത്തിൽ അവർക്ക് കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പവർഫുൾ ആകുന്നത്, അവർ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത്, അവരൊരു എലൈറ്റ് ക്ലാസ് ആകുന്നത് എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ് ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ, മിലിറ്ററി ലെവലിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ, എക്കണോമിക് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരെല്ലാം എന്താണ് അക്കോർഡിംഗ് ടു സി റൈറ്റ് മീൻസ് എലൈറ്റ് ക്ലാസ് ആണ് എന്നുള്ളതാണ്. There exists a triumvirate of power groups: governmental elite, corporate elite, military elite. According to C. Wright Mills,
what all constitute the elite class in USA? Like what all constitute the power center in USA? What all constitute the power center in USA? വളരെ important ആണ്. Governmental elite. ജോ ബൈഡൻ US പ്രസിഡന്റ്. അപ്പം he represent governmental elite നമുക്ക് പറയാൻ പറ്റും. Corporate elite, ടിം കുക്ക്, ആപ്പിളിൻ്റെ CEO. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. കോർപ്പറേറ്റ് എലൈറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. He represents corporate elite. And military elite, Rand A. George, military chief ആണ്, ആർമി ചീഫാണ്, US ആർമി ചീഫാണ്. He represents military elite. അപ്പോൾ ഗവൺമെൻറ് എലൈറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളവർ. US പ്രസിഡന്റിന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷനാണ്. ഗവൺമെൻറ് ലെവലിൽ ഏറ്റവും ടോപ്പ് US ഗവൺമെൻറ് ലെവലിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷനാണ് US പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം ജോ ബൈഡൻ നമുക്ക് he represents governmental elite. Corporate elite, അപ്പം one of the top കമ്പനിയാണിത് ആപ്പിൾ എന്ന് പറയുന്നത്. ടെക് കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആരാണ്? CEO, ടിം കുക്ക് CEO. അപ്പോൾ അത് അദ്ദേഹം കോർപ്പറേറ്റ് എലൈറ്റ്. ഹി റെപ്രസെൻറ്റ്സ് കോർപ്പറേറ്റ് എലൈറ്റ്. മിലിറ്ററി എലൈറ്റ് ആർമി ചീഫ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ ഹി റെപ്രസെൻറ്റ്സ് റാൻഡേ ജോർജ്. ഹി റെപ്രസെൻറ്റ്സ് മിലിറ്ററി എലൈറ്റ്. അപ്പം ഈ ദീസ് ത്രീ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ പവർ സെൻറ്റർ അല്ലെങ്കിൽ ഇത് എലൈറ്റ് ക്ലാസ് എന്നുള്ളതാണ്. US ഈ മൂന്ന് കാര്യങ്ങളാണെന്ത് എലൈറ്റ് ക്ലാസ്സിൽ വരുന്നത്. അല്ല പവർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, പവർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. US ഈ മൂന്ന് ഗ്രൂപ്പാണ് അല്ലെ മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാരാണെന്ത് പവർ സെൻറ്റർ എന്ന് പറയുന്നത്. വിച്ച് ഫോംസ് ഡിസ്റ്റിങ്വിഷബിൾ ഓൾത്തോ നോട്ട് യൂണിഫൈഡ് പവർ ബിൽഡിംഗ് ബോഡി ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പം ദീസ് ത്രീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട്സ് പവർ സെൻറ്റർ ഇൻ USA. ദീസ് ത്രീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് പവർ സെൻറ്റർ ഇൻ USA. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഗവൺമെൻറ് എലൈറ്റ്, രണ്ട് കോർപ്പറേറ്റ് എലൈറ്റ്, ആൻഡ് തേർഡ് വൺ മിലിറ്ററി എലൈറ്റ്. In America, these three elite decides all important issues and matters. They skillfully control the masses through mass media and manipulation. അപ്പം അമേരിക്കയിൽ എല്ലാ മെയിൻ ഡിസിഷൻസും എടുക്കുന്ന ഈ ത്രീ ഗ്രൂപ്പ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ത്രീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഗവൺമെൻറ് എലൈറ്റ്, കോർപ്പറേറ്റ് എലൈറ്റ്, മിലിറ്ററി എലൈറ്റ്. അതിൽ ജനങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല, ജനങ്ങൾക്ക് വലിയ വോയിസ് ഒന്നുമില്ല. അപ്പോൾ മീഡിയ യൂസ് ചെയ്ത് അവരുടെ ഡിസിഷൻസ് ജനങ്ങളിൽ ഇമ്പോസ് ചെയ്യും എന്നുള്ളതാണ്. മാനിപ്പുലേറ്റ് ചെയ്ത് മീഡിയ മാനിപ്പുലേഷനിലൂടെ അവർ ഈ പറയുന്ന ത്രീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇമ്പോസ് ദ ഡിസിഷൻസ് ഓൺ ദി പീപ്പിൾ യൂസിങ് മീഡിയ മാനിപ്പുലേഷൻ. അപ്പം മെയിനായിട്ട് ഡിസിഷൻസ് ആരൊക്കെയാണ് എടുക്കുന്നത് അമേരിക്കയിൽ? ഗവൺമെൻറ് എലൈറ്റ്, മിലിറ്ററി എലൈറ്റ് ആൻഡ് corporate elite. He described the process of degradation of democracy in advanced societies wherein the power generally lies outside the boundaries of elected representatives. അപ്പം കുറച്ച് ആൾക്കാർ അപ്പം he described the process of degradation of democracy. അപ്പം വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ US പോലുള്ള വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ എങ്ങനെയാണ് ഡെമോക്രസി ഇല്ലാതാവുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു. ദ പവർ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ പീപ്പിൾ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് എലൈറ്റ്, കുറച്ച് ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, കോർപ്പറേറ്റ് ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, മിലിറ്ററി ലെവലിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇവരാണ് എന്ത് മെയിൻ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അതിൽ മറ്റ് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനോ ആൾക്കാർക്കൊന്നും എന്താണ് വലിയ റോളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് കുറച്ച് പേര് മാത്രമാണ് മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ there is a process of degradation of democracy happening. There's a process of degradation of democracy happening. ജനാധിപത്യം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഒരു പുസ്തകമാണ് ജെ വില്യം ഡോംഹോഫിൻ്റെ ഹൂ റൂൾസ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നു local and national decision making process network seeking to illustrate the power structure in the USA. He asserts that an elite class that owns and manages large income producing properties dominate the American power structure. അതായത് പവർ സ്ട്രക്ചർ കോർപ്പറേറ്റ്സ്, ബിഗ് കോർപ്പറേറ്റ്സ് ആണെന്ത് അക്കോർഡിംഗ് ടു ജി വില്യം ഡോംഹോഫ്. ബിഗ് കോർപ്പറേറ്റ്സ് ആണ് മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ മെയിൻ ഡിസിഷൻ മേക്കിങ്ങിനെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ബിഗ് കോർപ്പറേറ്റ്സ്, ഇൻകം പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടീസ്, ദാറ്റ് മീൻസ് ബിഗ് ബിസിനസ് ക്ലാസ്, ബിഗ് കോർപ്പറേറ്റ്സ്. അപ്പോൾ അവരുടെ താല്പര്യപ്രകാരം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് they have an important position in the power structure in USA. അപ്പം ആരാണ് മെയിൻ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ US-ൽ അക്കോർഡിംഗ് ടു ജെ വില്യം ഡോംഹോഫ്? ബിഗ് കോർപ്പറേറ്റ്സ് ആണ് എന്നുള്ളതാണ്. ഇൻകം പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടീസ്, അവരാണ് മെയിനായിട്ട് എലൈറ്റ് ക്ലാസ് അല്ലെങ്കിൽ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരമാണ് മെയിൻ ഡിസിഷൻസ് ഒക്കെ
ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അക്കോർഡിംഗ് ടു ജെ വില്യം ഡോംഹോഫ്. അപ്പം എലൈറ്റ്, പവർ എലൈറ്റ് എന്ന് പറയുന്ന ആരുടെ കോൺസെപ്റ്റാണ്? സി റൈറ്റ് മിൽസിൻ്റെ കോൺസെപ്റ്റാണ്. പവർ എലൈറ്റ് എന്ന് പറയുന്നത് സി റൈറ്റ് മിൽസിൻ്റെ കോൺസെപ്റ്റാണ്. ഇത് പവർ എലൈറ്റ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടിയാണ്. ഇറ്റ് ഈസ് ഓൾസോ ഹിസ് ബുക്ക്, ഇമ്പോർട്ടൻറ്റ് ബുക്ക് അല്ലെങ്കിൽ ഫേമസ് വർക്ക് എന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ഇത് പറയുന്നത് 3 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് മെയിനായിട്ട് യു എസിൽ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പവർ സെൻറ്റർ. 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദി പവർ സെൻറ്റർ അല്ലെങ്കിൽ പവർ കോറിഡോർ ഇൻ യു എസ് എ. പവർ കോറിഡോർ ഇൻ യു എസ് എ. അപ്പം ഈ പവർ എലൈറ്റ് എന്ന് പറയുന്നത് യു എസ് പവർ സിസ്റ്റത്തെയാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. യു എസ് പവർ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ യു എസിൽ നിലനിൽക്കുന്ന പവർ സിസ്റ്റം, പവർ റിലേഷൻഷിപ്പിനെയാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് 3 ആൾക്കാരാണുള്ളത്, 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണുള്ളത്. ഗവൺമെൻറ് എലൈറ്റ്, ഗവൺമെൻറ് ലെവലിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. കോർപ്പറേറ്റ് എലൈറ്റ്, ബിഗ് കോർപ്പറേറ്റ്സ്. ആൻഡ് തേർഡ് വൺ മിലിറ്ററി എലൈറ്റ്, മിലിറ്ററി ലെവലിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് എന്ത് മെയിനായിട്ട് യു എസിൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് ദ പവർ എലൈറ്റ് കൊണ്ട് സി റൈറ്റ് മിൽസിൻ്റെ പവർ എലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് മാനേജർ റെവല്യൂഷൻ, ജെയിംസ് ബേൺഹാം. മാനേജർ റെവല്യൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പുസ്തകമാണ്, ജെയിംസ് ബേൺഹാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ മാനേജർ റെവല്യൂഷൻ. അപ്പം എന്താണ് ഈ പുസ്തകത്തിൽ ജെയിംസ് ബേൺഹാം പറഞ്ഞു വയ്ക്കുന്നത്? എന്താണ് ഈ ഒരു പുസ്തകത്തിൽ ജെയിംസ് ബേൺഹാം പറഞ്ഞു വയ്ക്കുന്നത്? ബേൺഹാം അനലൈസസ് ഹൗ ദ റിയൽ ഫങ്ഷണൽ പവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മാനേജേഴ്സ് റാദർ ദാൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ബിസിനസ് മാൻ വിത്ത് റെസ്പെക്ട് ടു കൺട്രോൾ ഓണർഷിപ്പ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മെയിൻ പവർ എന്ന് പറയുന്നത്, പവർ എക്സസൈസ് ചെയ്യുന്ന ആരാണ്? പവർ എന്ന് പറയുന്നത് റിയൽ ഫങ്ഷണൽ പവർ ആരുടെ കയ്യിലാണ്? മാനേജേഴ്സിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകുമ്പോൾ അവർക്ക് സെക്രട്ടറിമാരുണ്ടാവില്ലേ? മാനേജർ ഈസ് ഓൾസോ ഈക്വൽ ടു സെക്രട്ടറീസ്, പ്രൈവറ്റ് സെക്രട്ടറീസ്, പൊളിറ്റിക്കൽ സെക്രട്ടറീസ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് മാനേജറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരാണ്. അപ്പം ഇവരാണ് മെയിനായിട്ട് പവർ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കോർഡിംഗ് ടു ജെയിംസ് ബേൺഹാം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കും എന്ത് റിയൽ ഫങ്ഷണൽ പവർ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം മെയിൻ പവർ ആറയിലാണ്? ഹു ഈസ് മോർ പവർഫുൾ അല്ലെങ്കിൽ ഹു ഈസ് എക്സസൈസിങ് ദാറ്റ് പവർ അല്ലെങ്കിൽ ഹു ഈസ് യൂസിങ് ദാറ്റ് പവർ? മാനേജേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറീസ് എന്നുള്ളതാണ്. ഓക്കെ, അത് ബിസിനസ് ആണെങ്കിലും അങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വെൻ ദ ബിസിനസ് ഗ്രോസ് ദേ ഡെലിഗേറ്റ് ദി അതോറിറ്റി ടു പ്രൊഫഷണൽ മാനേജേഴ്സ്. സിമിലർലി ഇൻ ഗവൺമെന്റ് ദ എക്സിക്യൂട്ടീവ് ബിക്കംസ് മോർ പവർഫുൾ ദാൻ ലെജിസ്ലേച്ചർ. അതായത് എക്സിക്യൂട്ടീവ് ബ്യൂറോക്രാറ്റ്സ് നമുക്ക് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയാം. ഗവൺമെന്റ് ലെവലിൽ ബ്യൂറോക്രാറ്റ്സ് ബിക്കംസ് മോർ പവർഫുൾ എന്നുള്ളതാണ്. ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് ഇപ്പം വളരെയാണ്. ഒരു ബിസിനസ് വളരുമ്പം സ്വാഭാവികമായിട്ട് എന്താണ് ആ ബിസിനസ്സിൻ്റെ ഓണർ, ആ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഓണർക്ക് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ മറ്റ് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സിന് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറീസ് അല്ലെങ്കിൽ പിന്നെ ചീഫ് മാനേജേഴ്സിനൊക്കെ അത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ലെവലിൽ എക്സിക്യൂട്ടീവ് ആണ് ഇമ്പോർട്ടൻറ്റ്, ബ്യൂറോക്രാറ്റ്സ്. ദാറ്റ് മീൻസ് പ്രൈവറ്റ് സെക്രട്ടറീസ്, പൊളിറ്റിക്കൽ സെക്രട്ടറീസ് ഒക്കെയാണ് എന്ത് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് ദേ ആർ ദി റിയൽ റിയൽ ഫങ്ഷണൽ പവർ എക്സസൈസ് ചെയ്യുന്നവരാണ് ഈ സെക്രട്ടറീസും മാനേജേഴ്സൊക്കെ. ഓക്കെ, ദേ ആർ ദ റിയൽ പവർ ഹാൻഡിലേഴ്സ് എന്നുള്ളതാണ്. ദേ ആർ ദ റിയൽ പവർ ഹാൻഡിലേഴ്സ്. അതുകൊണ്ടാണ് മാനേജേഴ്സ് അല്ലെ സെക്രട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് അക്കോർഡിംഗ് ടു ജെയിംസ് ബേൺഹാം. റിയൽ ഫങ്ഷണൽ പവർ ആരാണ് എക്സസൈസ് ചെയ്യുന്നത്? സെക്രട്ടറീസ് അല്ലെ മാനേജേഴ്സ് ആണ്. അതാണ് മാനേജർ റെവല്യൂഷനിൽ മെയിനായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ആണെങ്കിലും അവരൊക്കെ ചുമ്മാ ഇരുന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ഫയലൊക്കെ സൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അവരുടെ റോൾ എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും? മാനേജേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സെക്രട്ടറീസ് ആയിരിക്കും. അത് ഒന്ന് ഒപ്പിട്ട് പാസ്സാക്കുക എന്ന് മാത്രമാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് മാനേജേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറിമാരായിരിക്കും എന്നുള്ളത്. അതാണ് ജെയിംസ് ബേൺഹാമിൻ്റെ മാനേജർ റെവല്യൂഷൻ. ഇത് 3 കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെപ്റ്റംബർ എക്സാമിന്
ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അയൺ ലോ ഓഫ് ഒളിഗാർക്കി ആയിക്കോട്ടെ, പിന്നെ പവർ ലൈറ്റ് ആയിക്കോട്ടെ, മാനേജർ റെവല്യൂഷൻ ആയിക്കോട്ടെ, ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ്, ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ലേൺ വിത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം. അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഐഫർ ഇപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന JRF ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് കവറേജ് ഓഫ് JRF ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ് coverage of whole syllabus, 9 to 9 mentoring, 10,000 plus questions with explanation, resit option, 5M JRF club, happiness officer, ഡിസ്കഷൻ ടേബിൾസ്. അപ്പം ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി, അല്ല അഡ്മിഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാം. അപ്പം കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും, നമ്മുടെ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ഈ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തെ കുറിച്ചും എല്ലാം കൂടുതലായിട്ട് അറിയാനും അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാനും നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പം പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ ഈ ഒരു നമ്മുടെ ഐഫറിന്ന് നിങ്ങളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം കോഴ്സിനെ കുറിച്ചും നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ചും, ഹാപ്പി ലേണിംഗ് ഇന്ത്യയിലെ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റമാണ്. അപ്പം അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സാണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ഓഫേഴ്സാണ്. സ്റ്റുഡൻറ്റ് ഓഫർ 10%, മദർ ഓഫർ 20%, ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ 30%, അലുമിനി ഓഫർ 35%. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്, ഈ ഓഫർ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഐഫറിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പാണ്, വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ് ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ്? ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഫ്രീ മെറ്റീരിയൽസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസ്, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ്, ഫ്രീ മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ്, പോൾ ക്വസ്റ്റ്യൻസ്, ഫ്രീ പോൾ ക്വസ്റ്റ്യൻസ്, ടൈംലി നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷൻസ്, റിസൾട്ട് നോട്ടിഫിക്കേഷൻസ്, പിന്നെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയ നോട്ടിഫിക്കേഷൻസ്, എക്സാം ഡേറ്റ് റിലേറ്റഡ് ആയ നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം സമയത്തിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പാണ്. പേപ്പർ 1 ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. പേപ്പർ 2 ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം അടുത്ത ലൈവ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ, ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം.